3 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ശേഷം ഉപ്പ് ചേർത്ത് 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ട് അത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറേശ്ശെ ഒട്ടുന്ന മാതിരി ആയിരിക്കണം. ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കാം. കൈ രണ്ടും തണുത്ത വെള്ളത്തിൽ ഇതുപോലെ മുക്കി നമുക്ക് ഗോതമ്പ് മാവിനെ ബോളുകളാക്കി വേർതിരിച്ചെടുക്കാം. ഈ ബോളുകൾ ഗോതമ്പ് പൊടിയിൽ ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 3 മീഡിയം ഗ്ലാസ് പൊടിക്ക് 6 ചപ്പാത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ശേഷം റൊട്ടി മേക്കർ ഓൺ ആക്കുക. അപ്പോൾ 2 ലൈറ്റും കത്തും. അതിനുശേഷം ഗ്രീൻ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒരു 3/4 ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് ഈ മുകളിലത്തെ ലിവർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കും. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ ഒരു വലിയ റൗണ്ടിൽ ചപ്പാത്തി കിട്ടും. ഇത് 12 ഇഞ്ചിൻ്റെ റൊട്ടി മേക്കറാണ്. ചെറിയ കുമിളകൾ വരുമ്പോൾ ഇത് 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇനി മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നല്ല ഫ്ലഫിയായി സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ്. ഇനി ഇതിലേക്ക് ഓയിലോ ബട്ടറോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ നല്ല ബബിളായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു മറിച്ച് ഇടാൻ പാടുള്ളൂ. അതിന് ശേഷം മുകളിലത്തെ ഭാഗം മാത്രം അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് നന്നായി വീർത്ത് പുറത്തേക്ക് സ്ലൈഡ് ചെയ്ത് വരുന്നതാണ്.